നമുക്കൊരു ചെറിയൊരു തക്കാളിക്കറി വെച്ചിങ്ങനെ കറിക്കൊന്നുമില്ല, പയറാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൂട്ടണ്ടേ. ഇത് തക്കാളിക്കറി നമുക്ക് ചട്ടിയെടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതി, കുറച്ചുള്ളൂ തക്കാളി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഞാൻ നാടൻ കറിയാണ് വെക്കുന്നത്. നമുക്ക് തക്കാളി പിന്നെ ചൂടാവട്ടെ. അപ്പോൾ ഞാൻ കടുക് പൊട്ടിക്കണില്ല, കടുക് പൊട്ടിക്കാതെയാണ് കറി വെക്കാൻ. തക്കാളി കുറച്ചുകൂടെ, അപ്പോൾ ഞാൻ ഇച്ചിരി സവാള കൂടുതൽ എടുക്കണേ. സവാള എടുക്കുന്നുണ്ട്, ഇത്തിരി കുറച്ച് സവാള, തക്കാളി, പിന്നെ പച്ചമുളക്. അപ്പോൾ കുറച്ച് രണ്ടെണ്ണം വെളുത്തുള്ളി, വേറൊന്നുമില്ല, ശർക്കര എടുക്കണം. അപ്പോൾ തക്കാളി കുറച്ചായതുകൊണ്ടാണ് ഞാൻ സവാള കൂടുതൽ എടുക്കുന്നത്. ഇത് കുറച്ച് വേപ്പില 2-3 എണ്ണം മതി. എനിക്ക് സൗകര്യം. പച്ചമുളക്, അപ്പോൾ തക്കാളി കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ സവാള തക്കാളി ഇത്തിരി കൂടുതലെടുത്ത് 3 പീസായിട്ടാണ് വെളുത്തുള്ളി എടുത്ത് ഇത്തിരി വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ എല്ലാ ഇതിലും നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് പേടിക്കണ്ടല്ലോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പിട്ടാം. തക്കാളി കുറച്ചുള്ളൂ. ഇത് നാടൻ സ്റ്റൈല് എൻ്റെ സ്റ്റൈലാണ്. ഇങ്ങനെയാണ് വെക്കേണ്ടത് കറി. ഒന്ന് നമുക്ക് ഇത്തിരി പച്ച അപ്പം ഇതിലേക്ക് ഇച്ചിരി കോളം മുളക് പൊടി ഇട്ടാണ്. സവാള ഇട്ടിട്ടുണ്ടല്ലോ, അല്ല പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കൊടുക്കേണ്ടതാണ്. ഇതുള്ള തക്കാളി ചെറിയ തീയിൽ വെച്ചിട്ട് 5 മിനിറ്റ് മൂടി വെക്കാൻ. ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ല, മൂടി വെക്കുക. 5 മിനിറ്റ് ചെറുതിലായിട്ട് കഴിച്ച് കൊടുക്കാം. ഇത് 5 മിനിറ്റ് വേണ്ട, 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും തുറന്ന് നോക്കാം. 5 മിനിറ്റായി. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, തക്കാളി വെന്ത് ആ വെള്ളം ഉണ്ടെങ്കിലല്ല ചമ്മന്തി പോലെയെല്ലാം എടുക്കണം. തക്കാളി ഇങ്ങനെ ഉടച്ച് നല്ലോണം ഉടച്ച് കൊടുക്കണം.
അങ്ങനെ ആദ്യമൊക്കെ ആയിട്ടാണ് വീഡിയോ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പാഴപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, കമൻ്റ് ഇടണം. ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം, അതിൻ്റെ വിവരം അറിയിക്കണം. തക്കാളി ഇങ്ങനെ കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊടി കുറവുണ്ട്, ഇഞ്ചിട്ടിരുന്നത്. വെളിച്ചെണ്ണ ഫസ്റ്റ് ഒഴിച്ചാണ്, ചമ്മന്തി ആയതുകൊണ്ട് ഒരു തുള്ളിയും കൂടി അങ്ങനെ ഒഴിക്കണം. വെള്ളമൊട്ടും ഒഴിച്ചിട്ടില്ല. സവാള ഞാൻ അധികം വേവിക്കാതെ പകുതി വേവിക്കാൻ വെച്ചേക്കണം. തക്കാളി കുറച്ചുള്ളതുകൊണ്ടാണ്. എല്ലാവരും വെച്ച് നോക്കണം. ഉപ്പ് നോക്കിയിടണം, കുറേശ്ശെ ഇട്ടാൽ മതി. തക്കാളി ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ എന്താണ് തക്കാളി എന്ന് പറയുന്ന സാധനമായിട്ട് ഉണ്ടാക്കാനരുത്. അതാണ് അതിൻ്റെ പൗഡ്. ചട്ടിയും കലയൊക്കെ ഇതൊക്കെ ഉള്ളൂ, അതിന് കുറ്റം പറയണ്ട. മതി. നമ്മൾ തക്കാളിക്കറി ഇറക്കി 2 മിനിറ്റ് ഞാൻ വെക്കണുണ്ട് അടുപ്പിൽ. 2 മിനിറ്റ്. എണ്ണ ഒന്നും കൂടി പുറത്തേക്ക് വരും. ഓക്കെ, അപ്പം നമ്മൾ തക്കാളിക്കറി റെഡി.